ഞങ്ങളിപ്പോൾ അങ്ങേറ്റം ദുഃഖകരമായ സംഭവമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 7 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ 9 ശരീരഭാഗങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ 7 ശരീരഭാഗങ്ങളായിരുന്നു, ഇപ്പോൾ 9 ശരീരഭാഗങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അത് 9 പേരുടേതാണോ അതോ ഒരാളുടെ തന്നെ പല ഭാഗങ്ങളാണോ എന്നുള്ളതെല്ലാം DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. 5 പേരാണ് നേരത്തെ അറിയാവുന്നതുപോലെ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ICU യൂണിറ്റിനകത്തുള്ളത്. മറ്റുള്ളവരും ചികിത്സയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായമുള്ള സ്ത്രീയെ, തൊഴിലാളിയായ സ്ത്രീയെ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അവർ പറയുന്നത് 4 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് പോയി, ബാക്കി 3 പേരാണ്. അതിൽ ഇവരാണ് ഇപ്പോൾ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ബേൺസ് യൂണിറ്റ് പൂർണ്ണമായി സജ്ജമാണ്. ഈ വിവരം അറിഞ്ഞുടൻ തന്നെ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്. മറ്റു കാര്യങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ഏകോപിപ്പിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിയും ഇങ്ങോട്ട് എത്തിച്ചേരുകയാണ്. എല്ലാ തരത്തിലും ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു രൂപത്തിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്ന് കൂടുതൽ ആരോഗ്യ വിദഗ്ധരെ എത്തിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? എന്താണ് ഇപ്പോൾ ഞങ്ങൾ ആരോഗ്യമന്ത്രി കൂടി വന്നതിന് ശേഷം ഒരു യോഗം ചേരാൻ പോകുന്നുണ്ട്. പക്ഷേ പ്രാഥമികമായി ചർച്ച നടത്തിയപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് നല്ല സജ്ജമാണ്. പ്ലാസ്റ്റിക് സർജന്മാരുണ്ട്, ആവശ്യത്തിന് സർജന്മാരുണ്ട്, PG സ്റ്റുഡൻസ് ഉണ്ട്. യൂണിറ്റും നല്ല രീതിയിൽ തന്നെ സജ്ജമായിട്ടുള്ള യൂണിറ്റാണ്. ആവശ്യത്തിനിപ്പോൾ കോട്ടയം അതുപോലെ പാലക്കാട് 2 സ്ഥലത്ത് നിന്ന് ആളുകൾ വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ആവശ്യമാണെങ്കിൽ മാൻ പവർ വരണമെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംസാരിച്ചിടത്തോളം നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ യൂണിറ്റ് വേണ്ടത്ര സജ്ജമാണ്. എല്ലാവരും വളരെ നേരത്തെ സംഭവം എന്തോ നടന്നു എന്നറിഞ്ഞുടൻ തന്നെ മെഡിക്കൽ കോളേജിൽ അധികൃതർ ആവശ്യമായിട്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. അതിൽ പ്രത്യേകത അനസ്തീഷ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്ടർമാരും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ സജ്ജമായി. സാധ്യമാകുന്ന എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ചികിത്സയാണ് നടക്കുന്നത്. കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ തന്നെയുണ്ട്. ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും. നാളെ മന്ത്രിസഭ പ്രത്യേകം ചേർന്ന് മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്.